നമസ്കാരം. മലബാർ മീഡിയ ഇപ്പോൾ എത്തിനിൽക്കുന്നത് ആർളം ഫാമിലെ 7-ാം ബ്ലോക്കിൽ നിന്നാണ്. ഇന്നലെ ഈ കാട്ടാന ഈ വീടുകളിൽ വരികയും ഈ വീട് ആക്രമിക്കുകയും അതുപോലെ തന്നെ ഈ ഗൃഹനാഥനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ജിത്തു എന്ന് പറഞ്ഞ ആളാണ്. അവരിന്നലെ രാത്രി മുഴുവൻ കാട്ടാനയുടെ ആ ഭീതിയിൽ ഇവിടെ ഉറങ്ങാൻ പോലും കഴിയാതെ അവർ തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി. അവിടെ ആയിരുന്നു ഇന്നലെ നേരം വെളുക്കുന്നവരെ, ഇന്ന് രാവിലെ വരെ അവരവിടെ കഴിച്ചുകൂട്ടി. ജീവഭയം മൂലം അവിടെ കഴിച്ചുകൂട്ടി തിരിച്ച് ഇവിടെ എത്തിയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ ഷെഡൊക്കെ ആന ചവിട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എത്രയും പെട്ടെന്ന് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ആനമതിൽ അതുപോലെ ഫെൻസിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി തീർത്തുകൊണ്ട് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് മലബാർ മീഡിയ ന്യൂസ്. ഈ സംഭവങ്ങൾ പിന്നെ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ പോയി പുറത്തിറങ്ങാനും പറ്റിയില്ല. വീട് ചുറ്റും ആന ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് തോന്നിയിട്ടുമില്ല. അത് കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഓടുകയും ചെയ്തത്. എന്നിട്ട് നേരം വെളുക്കുന്നവരെയും അങ്ങേ വീട്ടിലെ ഒരു വീടിൻ്റെ അകത്ത് പോയിരുന്നു. അവിടെ നേരം വെളുക്കുന്നവരിരുന്ന് രാവിലെ 5 മണിക്കാണ് ആന മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയത്. എന്നിട്ടാണ് നമ്മൾ വന്നിട്ട് ലേശം കട്ടൻ ചായയും വെച്ച് ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ച് എല്ലാവരും വിളിച്ചത്. ഇത് പൊട്ടിയിട്ടുള്ളത് മൊത്തം ഡോർ മൊത്തം അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാ ഇവിടെ രാത്രി ഉറങ്ങുമെന്ന് വിചാരിച്ച് പേടിച്ച് പറിച്ചോണം. ഇവിടെ ഉറങ്ങണമെങ്കിൽ തന്നെ ഒരു ഭക്ഷണം വെച്ചിട്ട് കഴിക്കണമെങ്കിൽ തന്നെ വെളിച്ചവുമില്ല വെട്ടവുമില്ല എന്ന് പറഞ്ഞ ഭാഗത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്കൊരു വെളിച്ചവും പിന്നെ ബാക്കിയുള്ള കാര്യത്തിനുള്ള സംവിധാനങ്ങളും അത് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പ്രദേശവാസി കൂടിയായ മോഹനൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് മോനോട്ടോ ഇവിടുത്തെ ആർളം ഫാമിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ? ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹതമാണ്. എന്തെന്നാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെ മുമ്പേ മരിച്ചിട്ടുണ്ട്. ഒരു 10-12 പേരെങ്കിലും മരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ആന ചവിട്ടിട്ട് തന്നെ മരിച്ചിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു 15 ദിവസമായിട്ടുണ്ടാവും, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരമ്മയും ഒരച്ഛനും 13-ാം ബ്ലോക്കിൽ വെച്ച് അവരും മരിക്കാനിടയായി. 2 പേര് ഒരുമിച്ചാണ് അന്ന് മരിക്കുന്നത്, പകൽ സമയങ്ങളിൽ. അതുകൂടാതെ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പിന്നെ 2 ദമ്പതികൾ പിന്നെ സ്കൂട്ടിയിൽ പണിക്ക് പോകുന്ന സമയത്ത് അവർ ആന മുന്നിൽ ചാടുകയും അവർ വീഴുകയും ചെയ്തു. അങ്ങനെ അവരും പിന്നെ ഇവിടെ തളിപ്പറമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകാനിടയായി. അതിനുശേഷം പിന്നെ ഇവിടെ ഞാനൊരു ചെത്തുകാരൻ ആന ചവിട്ടി എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ എല്ലാം എന്തിനു പറയേണ്ടത്, എല്ലാം ആനയുടെ ഒരു വിളയാട്ടം തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയിൽ നിന്നാണ് പറയാനുള്ളത്, അല്ലാതെ ഒന്നുമില്ല. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാലത്ത് ഞങ്ങളൊക്കെ കാട്ടിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അവിടെയൊക്കെ ആന ഏത് സമയത്തും നിൽക്കാനുള്ള സാധ്യതയുണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലത്തെ സ്ഥലമാണ്. ഓക്കെ, എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടി മലബാർ മീഡിയ ന്യൂസ് താൽക്കാലികമായിട്ട് നിർത്തുന്നു. താങ്ക് യു.